മോഹൻലാൽ വേണ്ട, മമ്മൂട്ടി മതി. പ്രൊഡ്യൂസേഴ്സ് ഒരു സംവിധായകന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സംവിധായകൻ പറഞ്ഞു പറ്റില്ല, അത് മോഹൻലാൽ തന്നെ വേണം. അങ്ങനെ മോഹൻലാലിനെ ഒരു പ്രധാന കഥാപാത്രത്തിൽ അഭിനയിപ്പിച്ച ഒരു സംവിധായകന്റെ ഒരു സിനിമയുണ്ട്. ആ ഒരു സംവിധായകന്റെ പേരാണ് ബാലചന്ദ്ര മേനോൻ. സിനിമയുടെ പേരാണ് കേൾക്കാത്ത ശബ്ദം. ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ കുടുംബ സംവിധായകനാണ്, അതായത് കുടുംബ ചിത്രങ്ങളുടെ സംവിധായകനാണ്. ഒരുപാട് സിനിമകൾ ബാലചന്ദ്ര മേനോൻ ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കകാലത്തൊക്കെ ഒരു 70കളുടെ 77 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉത്രാട രാത്രി എന്നൊരു സിനിമയിലൂടെയൊക്കെയാണ് ബാലചന്ദ്ര മേനോൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കലിക, പിന്നെ അണിയാത്ത വളകളോടുകൂടി ബാലചന്ദ്ര മേനോൻ അന്ന് ക്യാമ്പസുകളുടെ ഹരമായി മാറിയ ഒരു സംവിധായകനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 81 ഇങ്ങനെ ഒരു കഥ പ്ലാൻ ചെയ്യുന്നു. ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു രണ്ട് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഒരു പോസിറ്റീവ്, ഒരു പാവം കഥാപാത്രവും മറ്റൊരു കഥാപാത്രം കുറച്ച് വില്ലത്തിരക്കുള്ള ഒരു കഥ. രണ്ടും നായകന്മാരെന്ന് പറയാം, ഒന്നൊരു പോസിറ്റീവും ഒന്നൊരു നെഗറ്റീവും. അപ്പൊ അന്ന് ബാലചന്ദ്ര മേനോൻ പ്ലാൻ ചെയ്തിരുന്ന അതിൽ ആ ഒരു നല്ല ക്യാരക്ടർ, ഒരു പോസിറ്റീവ് ക്യാരക്ടർ ദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആയിട്ട് ബാലചന്ദ്ര മേനോൻ തന്നെ അഭിനയിക്കുന്നു. പിന്നെ ഒരു ബാബു എന്നൊരു കഥാപാത്രം, നേരത്തെ പറഞ്ഞ ഒരു കുസൃതി നിറഞ്ഞ ആ ഒരു വില്ലനിസം നിറഞ്ഞ ആ ഒരു കഥാപാത്രം. അപ്പൊ ബാബു എന്ന കഥാപാത്രമായിട്ട് ആരെ അഭിനയിപ്പിക്കണം വെച്ചപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഒരാളെ കാസ്റ്റ് ചെയ്യും. അപ്പൊ ആ സമയത്താണ് മഞ്ഞു വിരിഞ്ഞ പൂക്കൾ ഇറങ്ങുന്നതും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഒന്നിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നതൊക്കെ. അങ്ങനെ ബാലചന്ദ്ര മേനോനെ കാണാനായിട്ട് മോഹൻലാൽ വരുന്നു. ഇത് മോഹൻലാൽ തന്നെ ഒരു ബാലചന്ദ്ര മേനോന്റെ ഒരു ആത്മകഥയിൽ മോഹൻലാൽ എഴുതിയിട്ടുണ്ട്. അതായത് എനിക്കത് കേട്ടിട്ട് കുറച്ചുകൂടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു മോഹൻലാലിനോട് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരു മോട്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ ഇന്നത്തെ പല ആളുകൾ കേൾക്കണത്. കാരണം മോഹൻലാൽ അന്ന് നീലേശ്വരത്ത് ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അന്ന് രാത്രി പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് ബാലചന്ദ്ര മേനോനെ കാണാൻ വരണം. അപ്പൊ നീലേശ്വരത്തെ ലൊക്കേഷന് രാത്രി KSRTC ബസ് കയറി തൃശ്ശൂര് വന്നിറങ്ങുന്നു. തൃശ്ശൂർ വന്നിറങ്ങി അവിടെ ഇരുന്ന് ഇന്നത്തെ പോലെ ഒന്നും അധികം വണ്ടികളൊന്നുമില്ല. ഇന്നൊക്കെ ആണെങ്കിൽ പല പല ബസ്സുകളുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അന്ന് അവിടെ ഇരുന്ന് കുറെ കൊതുകടിയും കൊണ്ട് പുലർച്ചെ എപ്പോഴും ഒരു ബസ് കിട്ടി എറണാകുളത്ത് വന്നു. അങ്ങനെ എറണാകുളത്ത് വന്ന് അടുത്ത ബസ് മാറി കയറി ട്രിവാൻഡ്രത്തെത്തി. അങ്ങനെ ഒരു ഉച്ചയ്ക്കായി തോന്നുന്നു ട്രിവാൻഡ്രത്ത് എത്തി കഴിഞ്ഞപ്പോഴാണ് ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ഇഷ്ടം എനിക്ക് മോഹൻലാലിനോട് തോന്നിയെന്ന് പറഞ്ഞാൽ അന്ന് മഞ്ഞു വിരിഞ്ഞ പൂക്കളൊക്കെ ഇറങ്ങി മോഹൻലാൽ ശരിക്കും ഒരു നോൺ ആർട്ടിസ്റ്റായി. ഇന്ന് ഒരു സിനിമ കഴിഞ്ഞൊരു ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുമ്പോൾ എത്ര പേര് ഇതുപോലെ ഒരു KSRTC ബസ്സിലൊക്കെ കയറും എന്നുള്ളതാണ്. കാര്യം ഇന്നൊരു സിനിമ കഴിയുമ്പോൾ തന്നെ കാശില്ലെങ്കിലും ലോൺ എടുത്ത് EMI ആഡംബര കാറ് മേടിച്ച് നടക്കുന്ന യുവതാരങ്ങളാണ് ഇന്ന് എല്ലാവരും. അതൊരു കുറ്റമല്ല പറയുന്നത്. പക്ഷെ അന്ന് ഇവരൊക്കെ കഷ്ടപ്പെട്ട്, മമ്മൂട്ടിയെ കുറിച്ചും ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി യവനിക സിനിമയുടെ യവനികയും പടയോട്ടൊക്കെ ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് അന്ന് ഇവർക്കൊന്നും പ്രൊഡക്ഷൻ വണ്ടി ഒന്നും ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഇവർ കിട്ടുന്ന വണ്ടിയിലൊക്കെയാണ് അന്ന് കയറി പോയിട്ടുള്ളതൊക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ അവിടെ ബാലചന്ദ്ര മേനോന്റെ അടുത്ത് എത്തുന്നു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സാറേ ഞാൻ കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോൾ മോഹൻലാലിനെ കണ്ടപ്പോൾ ബാലചന്ദ്ര മേനോന് ഇഷ്ടപ്പെട്ടു. ഇത് മതി എന്റെ കഥാപാത്രമായിട്ട്. അങ്ങനെ അന്ന് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് സെഞ്ചുറി ഫിലിംസ് അവരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു മോഹൻലാൽ വേണ്ട. അവര് രണ്ട് കണ്ടീഷൻസ് അവർ വെച്ചു. ഒന്ന് അവർ പറഞ്ഞു മോഹൻലാൽ വേണ്ട, പകരം മമ്മൂട്ടി, ഇപ്പൊ സ്ഫോടനം സിനിമയൊക്കെ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടി മതി. അപ്പൊ ബാലചന്ദ്ര മേനോൻ സ്ഫോടനം കണ്ടിട്ടില്ല, സ്ഫോടനം പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു മമ്മൂട്ടി നല്ല നടനാണ്, പക്ഷെ എന്റെ ഈ കഥാപാത്രത്തിന് ഈ ഒരു മോഹൻലാൽ മതി. മമ്മൂട്ടി കുറച്ചും കൂടി ഒരു സുന്ദരനാണ്, കുറച്ചും കൂടി ഒരു ഒരു വേറെ ഒരു രീതിയിലുള്ള ഒരു ലുക്കും മാനേഴ്സ് ഉള്ള ഒരു നടനാണ്, എന്റെ കഥാപാത്രം മോഹൻലാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബാലചന്ദ്ര മേനോന്റെ പിടിവാശി കാരണം മോഹൻലാലിനെ ഉറപ്പിച്ചു. പക്ഷെ അവിടെ മറ്റൊരു പ്രശ്നം, മറ്റേ റോള് അത് ബാലചന്ദ്ര മേനോൻ ചെയ്യണ്ട. കാരണം സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു കഥാപാത്രം ഉണ്ട് ലംബോദരൻ നായർ, അത് നെടുമുടി വേണുവിനെ അഭിനയിപ്പിക്കാനായിരുന്നു അന്ന് ബാലചന്ദ്ര മേനോന്റെ ഉദ്ദേശം. നെടുമുടി വേണു ഒന്ന് വിട പറയും മുമ്പൊക്കെ ഇറങ്ങി ഒരു മുൻനിര നടനായി നിൽക്കുന്ന ഒരു സമയമാണ്. ബാലചന്ദ്ര മേനോനേക്കാളും മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും ഒക്കെ താരമൂല്യം ഉണ്ടെന്ന്. അപ്പൊ ഇവര് പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ നെടുമുടി വന്നു കഴിഞ്ഞാൽ പാളി പോകും, നെടുമുടി നമുക്ക് ത്രൂ ഔട്ട് വെക്കണം. അപ്പോൾ നെടുമുടിയുടെ ഒരു മാർക്കറ്റിൽ ആ ഒരു സിനിമയ്ക്ക് ആള് കയറും. അപ്പോൾ ആ ഒരു കഥാപാത്രം താല്പര്യമില്ലാതെ ബാലചന്ദ്ര മേനോൻ നെടുമുടി വേണുവിന് കൊടുത്തു. എന്നിട്ട് അത് ബാലചന്ദ്ര മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നിട്ട് ആ രണ്ടാം പകുതിയിലെ ആ ഒരു ക്യാരക്ടർ എന്റെ പ്രായത്തെക്കാട്ടും കൂടുതൽ കവിഞ്ഞൊരു കഥാപാത്രം ഞാനത് ചെയ്തു. എനിക്ക് പക്ഷെ നല്ല പേരെടുത്തു. പക്ഷെ ഇന്ന് കാണുമ്പോൾ നെടുമുടി വേണു ഒരു ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് കുറച്ച് വയറൊക്കെ ചാടി നെടുമുടി വേണു എവിടെ ഒരു മിസ്കാസ്റ്റ്, പക്ഷെ നെടുമുടി വേണു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും മോഹൻലാൽ ഒരു സിനിമയിൽ തകർത്തഭിനയിച്ചു. ഞാൻ ആ സിനിമ പണ്ട് കണ്ടിട്ടുള്ള ആള്, ഞാൻ ഈ അടുത്ത് വീണ്ടും ഒന്നുകൂടിയും കണ്ടു. ശരിക്കും ഒരു ത്രൂ ഔട്ട് റോൾ, ഒരു വില്ലനിസം തന്നെയാണ്, പക്ഷെ മോഹൻലാൽ അത് ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അംബിക ഉണ്ട് അതിൽ, പൂർണിമയുണ്ട്. അംബികയാണ് മെയിൻ നായിക, സെക്കൻഡ് ഹാഫിലാണ് പൂർണിമ വരുന്നത്, അതുപോലെ ശാന്തികൃഷ്ണ വരുന്നുണ്ട്. ഇതിൽ എന്തായാലും അംബിക അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അംബികയും മോഹൻലാലും കൂടിയുള്ള ഒരു ഡുവറ്റ് സോങ് ആണ്. മോഹൻലാൽ അതിനു മുമ്പ് തേനും വയമ്പും എന്നൊരു സിനിമയിൽ ഇതുപോലെ അഭിനയിച്ചിട്ട് അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിൽ അംബികയെ പോലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു ചുണ്ടനക്കി പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ മോഹൻലാലും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ബാലചന്ദ്ര മേനോനും അംബികയൊക്കെ കൊടുത്തൊരു സപ്പോർട്ടിലാണ് മോഹൻലാൽ അത് ചെയ്തത്. എന്തായാലും
മോഹൻലാലിനെ ഒരു ത്രൂ ഔട്ട് ഒരു നായകൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് ടച്ച് ആണെങ്കിലും ഒരു നായക തുല്യമായിട്ടുള്ള റോള് കൊടുത്ത ഒരു വ്യക്തി ആദ്യമായിട്ട് അത് ബാലചന്ദ്ര മേനോൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശിയിൽ ആണ് മോഹൻലാൽ അഭിനയിപ്പിച്ചത്. പക്ഷെ പിന്നീട് ഈ സെഞ്ചുറിയുമായി മോഹൻലാൽ നല്ല ബന്ധമായി ഒരുപാട് സിനിമകൾ സെഞ്ചുറിയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലും കൂടിയും അവരുടെ കൂടെയൊക്കെ കോ പ്രൊഡക്ഷനിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും കേൾക്കാത്ത ശബ്ദം എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഇനി മോഹൻലാലിന് പകരം അത് മമ്മൂട്ടി ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക.